ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചായ കുടിക്കാൻ ഉമ്മുകുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മോൾക്ക് ഇന്ന് പല്ലുവേദന കാരണം ഉമ്മോൾ മദ്രസയിൽ പോയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ ചെടികൾക്കൊക്കെ ഒന്ന് കുറച്ച് വളം ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ 2 ദിവസം മുന്നേ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അത് നമ്മൾ നല്ലോണം ആദ്യത്തെ വെള്ളം മാത്രം ഊറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് ചെടിക്ക് ഒഴിക്കുന്നത്. ഇത് ഞാനൊരു 3-4 മാസമൊക്കെ കൂടുമ്പോഴേ ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വളങ്ങളാണ് ചെയ്ത് കൊടുക്കുക. മുന്നേ പ്രാവ് ഉണ്ടായിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് പ്രാവും കാഷ്ടമൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. പ്രാവും കാഷ്ടം ഭയങ്കര ചൂടുള്ളതിന്, അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഡെയിലി വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. ഭയങ്കര ചൂടാണത്. ഞാനെന്ത് ചെയ്തു, എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുന്നേ ഞാൻ നമ്മുടെ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ചെടികളും ഒന്ന് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. മുന്നേ ഞാൻ എന്നും ഇലച്ചെടികൾക്കൊന്നും ഞാൻ എന്നും വെള്ളമൊന്നും ഒഴിച്ചിരുന്നില്ല. ഇപ്പം ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ അത് കാരണം വെള്ളമൊക്കെ എന്നും ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ഐശുക്കുട്ടി ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ഐശുക്കുട്ടി ഇന്ന് സ്കൂളിൽ ഒറ്റയ്ക്കല്ലേ പോണത്, അപ്പോൾ ആ വിഷമത്തിലാണ്. ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. മോൻക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറും പയറും കായയും ഉപ്പേരി വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐശുക്കുട്ടി ഉഷാറായി. അതിന് ശേഷം ഞങ്ങൾ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോൾ ഇപ്പോൾ കുറവൊക്കെ ഉണ്ട്, മരുന്നൊക്കെ തന്നു. അപ്പോൾ കുറവായി. ഐശുക്കുട്ടി സ്കൂളിൽ നിന്ന് വന്ന് ആ ഉമ്മൂട്ടിയുടെ കയ്യിലുള്ള പൊതി അവൾക്ക് കൊടുത്തില്ല. അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ കാണുന്നത്. ബെൽറ്റൊക്കെ റോട്ടിലിട്ടിട്ടാണ് പോണത്. എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിലും അതാദ്യം ഐശുക്കുട്ടിയുടെ കയ്യിലാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വിഷമമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബായ്.